ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടില വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാനും ചേച്ചി യാത്രയിലും സച്ചിൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ. പനിയൊക്കെ വന്ന് കുറേ കിടപ്പിലായിരുന്നു. ഇന്നാണ് കുറച്ചൊരു ബെറ്ററായി തുടങ്ങിയത്. അപ്പോഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇവിടെ ജ്യൂസ് കുടിക്കാൻ നിർത്തിയതാണ്. നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് അതിലെ ടയറും നോക്കാൻ വേണ്ടി വന്നതാണ്. പോണ വഴിയിലെ കാഴ്ചകൾ കാണാം. ഷൈനിൻ്റെ ചാച്ചിൻ്റെ കടയിൽ വന്നാട്ടോ, ഷൈനു ബ്രോൻ്റെ. അപ്പോൾ അതാ ചാച്ചിൻ്റെ ഫ്രീ ആയിട്ട് സാൻഡ്വിച്ചും ചായയും കിട്ടി. ചായയും കുടിച്ചിട്ട് ടയർ നോക്കാൻ പോകണം കേട്ടോ. എനിക്കൊന്നും വേണ്ടേ ഇത്? എനിക്കൊന്നും വേണ്ട. അതാ സോഡയൊക്കെ ഇരിക്കണ്. പക്ഷെ നല്ല രസമുണ്ടല്ലേ. നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പുഴ. ഇതേത് പുഴയാണ് ചെയ്തത്? ഒരു പുഴയുടെ തീരത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് പൊളിക്കും. അതെന്താ ഇത് ചോദിച്ചാ? ഇത് തള്ളിയിട്ടാലോ? തള്ളിയിട്ടാലോ? ചാടങ്ങട് ചെയ്ത് ഇറങ്ങി നോക്ക്, ഇതിലിറങ്ങി നോക്ക്. എന്താ ചെയ്ത? ചാടി നോക്ക് ഇതിൻ്റെ ഉള്ളിക്ക്. പോട്ടെ അങ്ങട്. വാ. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കാത്തു നിന്നപ്പോഴാണ് യാത്രയും പറഞ്ഞത് നമുക്കൊരു റീൽ എടുക്കണം. അപ്പം അതിന് വേണ്ടി നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ സ്റ്റെപ്പൊക്കെയാണ് എടുക്കുന്നത്. അപ്പം ഞങ്ങൾ അതിനുള്ളൊരു പ്ലേസൊക്കെ പോയതാണ്. അവൾ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നേരെ തിരിച്ചിറങ്ങി നേരെ പാലക്കാട്ടി. നമ്മൾ വന്ന് പാലക്കാട് കോട്ടമൈനാറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടിക്കിട്ടെൻ്റെ ക്യാമറ. ഫോട്ടോഗ്രാഫർ കേട്ടാ, നമ്മുടെ യാത്രീൻ്റെ ഫ്രണ്ടാണ്. ആളോടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ്. അപ്പോൾ ആള് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സച്ചുവിൻ്റെയൊക്കെ യാത്രയും പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടെ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. കണ്ടന്റിന് വേണ്ടി എന്തൊക്കെ അല്ലേ സീൻ. വേഷമൊക്കെ കിട്ടിയിട്ടാ ഫുള്ള് മേടിച്ചു. വടിയുണ്ട്, മാസ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. വയറിലിതാ എന്താണെന്നറിയോ? അയ്യോ എൻ്റെ ചരിത്രം എൻ്റെ ചരിത്രം. നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ട് നേരെ പാലക്കാട് കോട്ടയ്ക്ക് പോകണേട്ടാ. ഷൈനു ബ്രോൻ്റെ ഒരു ഫ്രണ്ട് വന്നു. എന്താ പറഞ്ഞു? ശ്രീത്ത് ബ്രോയും കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ കോട്ടയിൽ പോയിട്ട് ഷൈനിനൊരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ആക്ച്വലി സച്ചുവിനും പിള്ളേർക്കും ഒന്ന് വൈകുന്നേരം മുതൽ കരോള് പോകാനുള്ളതാണ് സീന്. അല്ല എടുക്കട്ടെ. അപ്പൊ എന്തായാലും പരിപാടി ഇറങ്ങാം. നമ്മൾ നേരെ കോട്ടയിൽ പോകും. കൊടുക്ക് പ്രസവിച്ചു കുട്ടി. കുറച്ച് കോട്ടം കിട്ടിയിട്ടുണ്ട്. അണ്ട് കേറ്റ് കുമാരേട്ടാ, അണ്ട് കേറ്റ്. പൈസ ഞാൻ തരാന്ന്. അവിടെ കടയിൽ പോയി കിട്ടൂടാ. ഒരു 1/4 കിലോ വാങ്ങിച്ചാൽ മതി. 1/2 കിലോനാണ്. വയറില്ലാണ്ട് ഭയങ്കര വിഷമല്ലേ? വയറുണ്ടാക്കാൻ വേണ്ടി ക്രിസ്മസ് ട്രീക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി മേടിച്ചു വെച്ച സാധനം. അത് കറക്റ്റ് സാധനമാണത്. മഞ്ഞ് കിട്ടിയില്ല.
പഞ്ഞിടിലോ തിങ്കളാഴ്ച അത് വെച്ചിട്ട് കെട്ടിട്ട് വരും കാക്കിലും പഞ്ഞിക്ക് 220 രൂപ. തലയാണിക്ക് എത്ര അത് കഴിഞ്ഞ് യൂസ് പഞ്ഞെടുത്ത് കളയേണ്ടി വരും. സുഖമായിട്ട് കിടന്നുറങ്ങാം. മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാര്യം നേരെ പറ, പഞ്ഞെടുത്ത് കളയല്ല, കിടന്നുറങ്ങാൻ. അതെ എന്താ പറയാ, പഞ്ഞി മേടിച്ച പഞ്ഞി കളയേണ്ടി വരും. അത് ശരി. ശരി ശരി കേറ്റി 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 എടാ എന്നാ എടുത്ത് കെട്ടുതാ. എന്തൊക്കെ അവന് ഭയങ്കര അപാര ബുദ്ധിയാണ്. പിടിക്കണ ചാടുമ്പോ തലയാലേ അതിന് കെട്ടിക്കോട്ടാ. ഇല്ല ഒറ്റക്കെട്ട് കഴിഞ്ഞു. പൊളിക്കും അപ്പൂപ്പൻ ഇന്ന് തകർക്കും. ഞാൻ ഒന്നും കൂടി കട്ടണം ഇങ്ങനെ ക്ലോസ്. അയ്യോ ഇരട്ട കുട്ടികളാ, ഇരട്ട കുട്ടികളാണോ? എന്താ അത് കുറച്ച് മോളിക്കാക്കണം. ഇവിടെ വലിച്ചു, നീ വലിച്ചു കെട്ടിക്കോ, ഒന്നും നോക്കണ്ട. മൂത്രമൊക്കെ ഒഴിക്കണം മൂത്രമൊഴിക്കാൻ പറഞ്ഞ സീനാണ്. അല്ല മറ്റേത് പഞ്ഞിയല്ലേ, അറിയില്ല. വലിച്ചു തൊപ്പിയ പോയാ അല്ലാന്ന് സംഭവം ഇവിടെ വന്നിട്ട് പ്ലാൻ ആയത്. ഇവിടെ തലയാണ്ട് പൈസ ഞാൻ കൊടുക്കട്ടെ, അത് ഞാൻ എടുത്തിട്ട് പോലും. അടിപൊളി അപ്പൂപ്പ. അല്ല പിന്നെ ആ സൂചിപ്പിന്നെ ഒന്നും കൂടെ അയച്ചു കുത്തേണ്ടി വരുന്നു. ഞാൻ ചാടുമ്പോ പാന്റ് ലൂസാണ് കേട്ടോ. ഇതെന്താണ് ഇവിടെ നോക്കണം? അപ്പൂപ്പന്റെ കാര്യം വല്ലാത്ത കാര്യം. എടാ വൈറ്റിലായത് പൊക്കളൊക്കെ ഇറങ്ങും. അടിപൊളി മതി, ഒന്നും നോക്കാനില്ല. നീ മാസണ്ട സീറ്റ്. ഞാൻ നിനക്ക് ശരിക്കും വിവരില്ല വിചാരിച്ചു. അത് കുഴപ്പമില്ല, ആള് പോയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം നടക്കണം. പൊന്നെ ഒരു രക്ഷയില്ലാട്ടോ, എന്തൊക്കെ കാണാൻ കിടക്കണ വഴി. കുറച്ചും കൂടി ഇറക്കുന്നുണ്ട്. അതെ പിരിവൊന്നുമില്ല, നമ്മളെ പിരിവില്ലാണ്ട് ഓൺലൈൻ എന്റർടൈൻമെന്റ് മാത്രം. സൂചിപ്പിന് പോകത്തില്ലോ. അതെന്താ പൊണ്ടരങ്ങള് അയ്യേ ആകെ എന്താണ്ടാ നിനക്ക് പറ്റിയ? എങ്ങനെയാണല്ലോ ഈ ഗർഭിണികളൊക്കെ നിൽക്കുന്നത്. ഇല്ല കടയിൽ കയറുന്ന പരിപാടിയില്ല, പൈസ പിരിക്കാതൊന്നുമില്ലേ? വണ്ടി അടിക്കാനുള്ള പൈസ ഇല്ലാക്കാം. ഞാൻ കൊടുക്കണതൊന്നുമില്ല. വൈകുന്നേരം നമ്മൾ ഇറങ്ങാതൊന്നുമില്ലേ? അങ്ങനെ പോവാ. മറ്റേ സാധനം ഒരു ബാൻഡ് എടുത്തിട്ട് രഞ്ജിത്തിന് ഫ്രണ്ട് മാസ്ക് ഞാനാ ഇതെടുക്ക വലുത്. എന്തിന് എന്തിന് പൈസ നീയാണ് പിരിക്കാൻ പോകുന്നത്. ഞാനൊന്നുമില്ല. നീയാണ് പിരിക്കാൻ പോകുന്നത്. വേറെ മാസ്ക് അത് കാണിക്കട്ടെ. അങ്ങനെ അപ്പൂപ്പന്റെ ഫേസിലേക്ക് എത്തിയിരിക്കുന്നു. റെഡിയായി അപ്പൂപ്പ. അപ്പൂപ്പ എന്തൊക്കെയുണ്ട്? സുഖല്ല സുഖല്ല?
അപ്പൂപ്പൻ്റെ വേഷവും കെട്ടി യാത്രയിൽ ഞങ്ങളുടെ ടീമൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് കോട്ട മൈതാനത്തിൽ പോയപ്പോൾ അവിടെ കുറേ കുട്ടികളിനെയും കുറേ ആൾക്കാരിനെയും കണ്ടു. അപ്പോൾ എല്ലാവരും ഹാപ്പി ക്രിസ്മസിൻ്റെ വിഷസും അതുപോലെ കുറേ കൊടുത്തു. ഇവനാണെങ്കിൽ പേടിച്ചിട്ട് വരുന്നേ ഇല്ല മുട്ടായി മേടിക്കുക. പിന്നെ അമ്മ എടുത്ത് അടുത്ത് നിർത്തിയപ്പോഴൊക്കെയാണ് മുട്ടായൊക്കെ മേടിച്ചത്. അങ്ങനെ കുറേ അടിപൊളിയായിട്ടുള്ള നല്ല നിമിഷങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഞാനിപ്പോൾ പറയുകയാണ് ഈ നിമിഷത്തിൽ. അവസാനം ഞങ്ങൾക്കും അതൊരു രസമായി. അവനിങ്ങനെ മുട്ടായി കൊടുക്കണത് അവനാണെങ്കിൽ മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഇങ്ങനെ അടുത്ത് വരും, എന്നിട്ട് വീണ്ടും ഓടും. അവസാനം വരുന്നവരൊക്കെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ക്രിസ്മസ് വരികയാണ്, ഒരു അപ്പൂപ്പനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ കുറേ കുട്ടികൾ വന്നു. നമ്മൾ കുറേ അവിടുത്തെ വീഡിയോസും അതുപോലെ ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആക്ച്വലി. അങ്ങനെ ആ പ്രാക്ടീസൊക്കെയാണ് ആ സമയമൊക്കെ. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു ഈവനിങ് ഫുൾ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കൂട്ടം ഗേൾസ് വന്നിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ കൂടി നിന്ന് നമ്മൾ അപ്പൂപ്പൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു കിടിലൻ ഡേ ആയിരുന്നു. ഒരു റീൽസ് അപാരതപ്പോൾ കഴിഞ്ഞല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങട്ടെ. ഫുഡ് എന്താ കൊടുക്കണം പറഞ്ഞു ഷൈനു. അത് ഷൈനുവിൻ്റെ ചാനലിൽ വരും. അപ്പോൾ നിങ്ങളെല്ലാം അതിൽ കയറി വെക്കുക. കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ കൂലിക്ക് മതിയായി. ശ്രീത്തിൻ്റെ വക ഒരു ഫോട്ടോഗ്രാഫിങ് അപാരത. അപ്പൂപ്പൻ ആ കഴുത്ത് മറ്റേ അടുത്ത് വരണോ ഇങ്ങനെ അവിടെ നാട്ടിൽ ഇങ്ങനെ മറ്റേ ഒട്ടി വെച്ച പോലെ അപ്പൂപ്പൻ്റെ കഴുത്ത്. അതാ പോവോ. ഓ ശ്രീത്തിൻ്റെ അഭ്യാസം. അപ്പൂപ്പനാണ് ഈ തല വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം പറഞ്ഞു. എവിടെയാണെന്നാണ് അറിയാത്തത്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാവാ പിടിച്ചോ. എല്ലാവരും ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അത് യാത്രികൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് ഉണ്ട്. മേ ബി അപ്പോഴേക്കും നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഈ വ്ളോഗ് ഇറങ്ങുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മുടെ ഫുഡ് കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാ ക്രിസ്മസ് സപ്പോസിൻ്റെ അവസ്ഥ വയ്യ, എന്നാലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ പെട്രോളൊന്ന് കഴിഞ്ഞു. അപ്പോൾ ആ പെട്രോളിനൊന്ന് പാലക്കാട് ടൗണിൽ അതെ ആ ഈ ആദ്യം നടന്നത് ഓ നമ്മളങ്ങനെ പാലക്കാട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ആ ചേട്ടന്മാരെ കണ്ടത്. ചേട്ടനെ അടിച്ച് ഫുള്ള് ഓൺ, ക്രിസ്മസ് മൂഡ് ഓണായെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. പാലക്കാട്ടിലെ പരിപാടി കഴിഞ്ഞു. പാലക്കാട് നിന്ന് വരുമ്പോൾ പിള്ളേർ കരോളം പോയിക്കൊണ്ടിരിക്കട്ടാ. പിള്ളേരെ കിട്ടി. അപ്പോൾ ഒരു കളി കളിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാ. അവരാണ് ഈ യാത്രീൻ്റെ ഫോളോവറുമാണ്. യാത്ര രണ്ട് നമ്മുടെ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അവരെന്തായാലും കളിച്ച് തന്നല്ലേ. അപ്പോൾ പൊറോട്ട മേടിച്ച് കൊടുക്കുക പറഞ്ഞിട്ട് നമ്മളവിടെ ഹോട്ടലിൽ വന്നിരിക്കണം. പാട്ടുണ്ട്, കോപ്പിറൈറ്റ് അടിക്കാന്നറിയില്ല. പിള്ളേരെല്ലാവരും പെരുവരേക്ക് കയറി നമ്മളെന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. തച്ചുപാടാ നമ്മളിതാ ഒന്ന് അല്പം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. യാത്രേൻ്റെ വീഡിയോ വരും, അപ്പോൾ മനസ്സിലാവും ഇതെങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയത്. ചായ കുടിക്കാൻ പറഞ്ഞ വന്നാണ്. അപ്പോൾ കഴിഞ്ഞില്ലടാ, ഉഷാറല്ലേ ഫുഡ്? അടിപൊളിയല്ലേ? ഇനി പോയിട്ട് തകർക്കണം അല്ലേ? അപ്പോൾ ഓക്കെ ശരി, ബൈ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് യാത്രികനെ നമ്മുടെ സച്ചുവിനെ വിടവാങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ബൈ ബൈ, കാണാം. ആ സച്ചു ശരിടാ. ആ ഹെൽമെറ്റ് ഉണ്ട് അല്ലേ? എന്നാ ഓക്കെ ബൈ, കാണാം. ഇനിയിപ്പോൾ അവിടെ നേരെ വീട്ടിക്കല്ലേ? ഓക്കെ, ഞാൻ കുറേ പരിപാടി ഉണ്ട് അല്ലേ? ഓക്കെ ശരി, എന്നാൽ പോലെ ചെയ്തേ. ലെറ്റ്സ് ഗോ.
അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ എന്താണ് ഈ അങ്ങനെ ഒരു ക്രിസ്മസ് ഡേ കടന്നുപോയി. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറയാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആക്കാണ്. ഇതുപോലുള്ള കൊച്ചു അതായത് യാത്രികൻ ആ ഒരു അപ്പൂപ്പനാക്കി എടുക്കാൻ പെട്ട പാട് നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ലൊരു ഫൺ ഡേ ആയിരുന്നു, ഒരു കിടിലൻ ഡേ ആയിരുന്നു. അപ്പോൾ കുറേ നാളെ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇതുപോലെ നല്ല നല്ല പരിപാടിയൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു കിടിലൻ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.